ഹായ്, വേട്ടയ്യാൻ റിവ്യൂ. അതായത് 1 മിനിറ്റ് 38 സെക്കൻഡ് റിവ്യൂ എന്ന് പറഞ്ഞ പേരിൽ പറ്റിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ടീസറാണ്, അല്ലെങ്കിൽ ട്രെയിലറിന്റെ ഒരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് ട്രെയിലർ എന്നൊക്കെ വിളിക്കാവുന്ന സാധനം ആരും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. സത്യമായിട്ട് പറയുള്ളൂ, ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് അറിയണത്. വൈകി പോയി. ഇപ്പൊ തന്നെ ഏകദേശം 938K എന്തോ ആയിട്ടുണ്ട് ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത്. ലെറ്റ്സ് വാച്ച്. റെഡി. Do you know who these officers are? പ്രകാശ് രാജ, Encounter specialist, sir. സുഭാസ്കരൻ இந்த പ്രസാദ്. நாட்டில் லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும்போது இவங்கள மட்டும் அடையாளம் தெரியுது. ஹவுஸ் அமிதாப் மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா ரித்திகா. இருக்காங்க. புதுசா ஒரு பணி எடுக்க முடியல. ஒரு பொருளை கைமாத்த கூப்பிட்டா ஒரு மணி வர மாட்டேங்க. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு எம வந்திருக்கான்ல. நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா ഓ அந்த நாட்டத்தை- ட்ரான்ஸ்ஃபர் அடிப்பானுங்க. സ്റ്റാർ ഇഞ്ചമ്മ മാൻ. ഓ പപ്പാ. என்கவுண்டர் பேர்ல கொலை பண்றது தான் ஹீரோயிசம். ആ അമിതാഭ് ബച്ചന് വോയിസ് കൊടുത്തിരിക്കുന്നതല്ലേ പ്രകാശ് രാജ്? അനിരുദ്ധ് മ്യൂസിക്. என்கவுண்டருங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுக்குற தண்டனை மட்டும் இல்லை, இனிமே இந்த மாதிரி குற்றம் நடக்கக்கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. ജ്ഞാനവേൽ October 10th. കേട്ട റേറ്റിംഗ് ഒറ്റൊന്നേ പറയാനുള്ളൂ, മ്യൂസിക്. അനിരുദ്ധ് മ്യൂസിക്. പുള്ളി ഇങ്ങനെ എല്ലാം പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ അതിന് സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വിഷ്വലി രജനീകാന്തിന്റെ നടത്തം അത് വേറെ ലെവലാണ്. യുണീക്ക് എന്നല്ലാതൊന്നും പറയല്ല. ഫഫ ജസ്റ്റ് ഇങ്ങനെ എന്തോ സാധനങ്ങൾ ഇട്ട് നാമിച്ചിട്ട് നടക്കുന്നുണ്ട്. അത് ഫഫൊക്കെ ഗംഭീര നടനാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. മലയാളികളുടെ മാനം കാക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ജസ്റ്റ് ആ ഒരു നടത്തത്തിൽ തന്നെ, ആ ഒരു എവിടെ നോക്കി നടക്കുന്ന അതിൽ പോലും ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫഫ. അതുപോലെ രജനിയുടെ വാക്ക്, രജനിയുടെ സ്വാഗ്, ആ സ്റ്റൈല് അത് പൊളിയായിരിക്കും, നോ ഡൗട്ട്. പക്ഷെ വിഷ്വലി ഉള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ഗംഭീരമാണ് ഇതിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. ആ മ്യൂസിക്കിനെ ആ സാധനം അത് ഭയങ്കര സംഭവമായി. പക്ഷെ ഇതിന് മുമ്പ് വന്നൊരു പാട്ടുണ്ടായിരുന്നു, അത് എനിക്ക് പാട്ട് ഓർമ്മയില്ല. അത് ഈ പാട്ടിനെ തോന്നുന്നു ദേവരാ, ആ ദേവരത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. കോപ്പി പോലെ ഫീൽ ചെയ്തിരുന്നു. മീൻസ് പുള്ളിക്കാരൻ തന്നെ ചെയ്തതാണ്. അല്ലെങ്കിൽ ലിയോത്തെ ഒരു പാട്ടുണ്ട്, ലിയോ ആ സാധനം എന്നൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനം പോലെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ വിഷ്വലി ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള രസമുണ്ട്. സോറി വിഷ്വലി അല്ല ഞാൻ പറഞ്ഞത്, മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സംഭവമുണ്ട്. വിഷ്വലി മോശമൊന്നുമല്ല, പക്ഷെ എന്തോ സ്ഥിരം രജനീകാന്ത് പടങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഒരു ചെറിയ ഫീൽ. അത് ഇതുണ്ടോ, അത് സാധനം മോശമായിരിക്കുന്നല്ല പറയുന്നത്. ഞാൻ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ എടുക്കുക എന്ന് വെച്ചാൽ കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് കാണാൻ ഉണ്ടാവില്ല. നമ്മള് രജനി പടങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ. പിന്നെ TJ ജ്ഞാനവേൽ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ, എന്റെ മോനെ കീടിലൻ സാധനമായിരിക്കും തരിക. നമുക്കിപ്പോ ജയ്ഭീം പോലൊരു പടമൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ജയ്ഭീമാണ്, അതുപോലത്തെ ഒരു പടമൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മറ്റൊരു കൈൻഡ് ഓഫ് സംഭവമാണ്. രജനിനെ പോലെ ഒരു ആക്ടർ വരുമ്പോ, സൂപ്പർ സ്റ്റാർ വരുമ്പോ ആ ഒരു സ്വാഗ് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റൂല. എങ്ങനെ നമ്മൾ വേറെ മാറ്റം വരുത്തുക? പുള്ളിക്കാരന്റെ നടത്താൻ കണ്ടില്ല നിങ്ങള്? അത് എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും അത് വേറെ തന്നെയാണ്. അത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ വേറെ സംഭവം തന്നെയാണ്. അപ്പൊ അത് യൂസ് ചെയ്യാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ അതവിടെ ഉണ്ടാവും. എന്നാലും സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള, കുറച്ചും കൂടി ആ സ്ക്രിപ്റ്റിന് പ്രാധാന്യം കൊടുത്തുള്ള സാധനം ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ജയ്ഭീം ഇതേ തന്നെ ചെയ്ത് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് പറ്റങ്ങട് കയ്യിൽ നിന്ന് പോകുന്നൊരു സാധനമാവും ഞാൻ വിചാരിക്കുന്നില്ല. ആൻഡ് സാധനം ഓഫ് കോഴ്സ് വീട്ടിലെ സാധനമായിരിക്കും. October 10 കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷെ മ്യൂസിക് അത് ഒരു രക്ഷയില്ല മക്കളെ. അനിരുദ്ധ് പുള്ളിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതൊരു വൈബ് തന്നെയാണ്. അത് ഇതിൽ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വിട്ടുപോയൊരാള് മഞ്ജു വാര്യർ.
അതിന് മുമ്പ് ഒന്നുള്ള പാട്ടാണെങ്കിലും മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, ഈ സാധനം ആ പാട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അത് പൊളിയായിരുന്നു. അതിൽ സ്റ്റൈലും ആ സാരി എടുത്തിട്ടും ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരം തന്നെയാണ്. സൂപ്പർ സ്റ്റാർ ഓഫ് ലേറ്റസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് മോളിവുഡ്, അതാണ് നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി ഈക്വലി പ്രാധാന്യമുള്ള ക്യാരക്ടറിനായിരിക്കും. വെറുതെ ഒന്നും തമിഴിലൊന്നും പോയിട്ട് അങ്ങനെ വേഷങ്ങൾ ചെയ്യാറില്ല. പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ അങ്ങനെ തലവെക്കാറുള്ളൂ. അപ്പൊ ഇതിലും രജനിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് നമ്മുടെ മലയാളികളുടെ മാനം കാക്കുന്നതിനെ തോന്നുന്നത്. പ്ലസ് നമ്മുടെ അണ്ണൻ സാബുണ്ണൻ മറ്റൊരു വിനായകനാവും നമുക്ക് കണ്ടറിയാം. ജയിലറിലെ വിനായകനായിരുന്നു, ഞെട്ടിച്ചു. സാബു ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, അങ്ങനെയുള്ളൊരു സ്വാഗ് ഉള്ള ഒരു ആളാണ് സാബു. ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ തമിഴിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രസമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ലുക്ക് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും അതിലേക്ക് പെട്ടെന്ന് മേക്ക് ഓവർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നടനാണെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് പ്രകാശ് രാജിന്റെ വോയിസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രകാശ് രാജ് ഇതിലുണ്ട്. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അമിതാഭ് ബച്ചന് വോയിസ് കൊടുത്തിരിക്കുന്നതാണ് പ്രകാശ് രാജ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അമിതാഭ് ബച്ചൻ ആ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് അമിതാഭ് ഞാൻ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഞാനത് ഫിഗർ ഔട്ട് ചെയ്തത്. എനിക്ക് ചിലപ്പോൾ ആദ്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അമിതാഭും ഇതേപോലെ തന്നെ വെറുതെ ഒരു വേഷമൊക്കെ ചെയ്യുമോ, ചാൻസ് ഇല്ല. അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരാള്, അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളിനെ ആയിരിക്കും. നമ്മൾ ഈ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് അമിതാഭിന് തോന്നിയിട്ടുള്ളത്. പക്ഷേ കോഴ്സ് ഫൈനലി ഇദ്ദേഹത്തിന്റെ ഭാഗം മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ കൂടെ ചേരാനുള്ള സാധ്യത ഉണ്ട്. കാരണം വില്ലൻ മാത്രമായിട്ട് ഒതുങ്ങി പോവാൻ അല്ലെങ്കിൽ വില്ലനായിട്ട് നിൽക്കാൻ സാധ്യതയില്ല. രജനീന്റെ ഒക്കെ ഒരു പടം വരുമ്പോൾ വില്ലൻ ഒന്നും അല്ലാതെ അവസാനം ആകുന്നൊരു സാഹചര്യം സംഭവിക്കും. പക്ഷെ വിനായകന്റെ കേസിൽ ജയിലുള്ളത് തിരുത്തി കുറിച്ചിട്ടോ വേറെ കാര്യം. അപ്പൊ എന്തായാലും അമിതാഭ് ബച്ചൻ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. നമുക്ക് ഇത് കണ്ടിട്ട് മാത്രം ഒന്നും പറയാൻ പറ്റില്ല. തോന്നിയൊരു കാര്യം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വിഷ്വലി. പക്ഷെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു സംഭവം അതിൽ കുറച്ചുകൂടി ഒരു കളർഫുൾ ആയിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നില്ലേ എന്ന് രജനി പടങ്ങൾ ആസ്വദിച്ച് കാണുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് തോന്നി. ഓക്കെ, അതോടെ കാണാം. കാണുന്നവരെ.